है, नया कारवां नया हिंदुस्तान है, नया कारवां नया हिंदुस्तान है, नया कारवां नया हिंदुस्तान। പൗരന്മാരുടെ അവകാശത്തെ പൗരന്മാരുടെ അവകാശത്തെ പട്ടാളത്തം കരുതിയമാം പട്ടാളത്തം ഒരു നിയമത്തിനെതിരെ ഒരുപക്ഷെ ഇത്തരമൊരു ജാഥ നാടിന്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായിട്ടാണ്. UAPA നിയമം കേരളത്തിലെ മാവോവാദികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ വൈരനിര്യാതനപരമായും രാഷ്ട്രീയ ആയുധമായും പ്രയോഗിക്കാൻ തുനിഞ്ഞ ഇടത് വലതു മുന്നണി സർക്കാരുകളുടെയും ജനസഭകളിൽ UAPA നിയമനിർമ്മാണത്തെ പിന്തുണച്ച എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും അംഗങ്ങളുടെയും ജനവിരുദ്ധ അജണ്ട തുറന്നു കാണിച്ച ജാഥയെ കേരളത്തിലെ സാധാരണക്കാരും ആക്ടിവിസ്റ്റുകളും വിവിധ സമുദായ ബഹുജന സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും ഏക മനസ്സോടെ പിന്തുണച്ചു. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനായ A. വാസു, ജാഥ ക്യാപ്റ്റൻ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരള ഘടകം അധ്യക്ഷൻ കരമന അഷ്റഫ് മൗലവിക്ക് പതാക കൈമാറി. മെയ് 8-ന് കാസർഗോഡ് ഹൊസങ്കടിയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ജാഥ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു. UAPA നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നായി ഏകദേശം 1 ലക്ഷത്തോളം പോസ്റ്റ് കാർഡുകളാണ് ജാഥയോട് ഐക്യദാർഢ്യത്തിൽ ബഹുജനങ്ങൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അയച്ചത്. വിവിധ ജില്ലകളിൽ മുൻകൂട്ടി നടന്ന സമര സന്ദേശയാത്ര, ജനവിചാരണ യാത്ര, എത്തിച്ചേരുന്നതിന് മുമ്പ് ഓരോ യോഗസ്ഥലത്തും അവതരിപ്പിച്ച തെരുവ് നാടകം, പൈലറ്റ് വാഹനവും പ്രസംഗവും, ലഘുലേഖയും, ജനവിചാരണ യാത്ര ബുള്ളറ്റിനും, UAPA ഭവിഷ്യത്ത് വിശദീകരിക്കുന്ന ഓഡിയോ CD-യും, സമരഗാനങ്ങളും, പോസ്റ്റർ പ്രദർശനവും, തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് നയിച്ച മുഖ്യ ജാഥയും ജനവിചാരണ യാത്ര ട്രാഫിക് അച്ചടക്കത്തിലും ബഹുജന പങ്കാളിത്തത്തിലും ചരിത്രം രചിച്ചു. ജില്ലാ സമാപനങ്ങളോടനുബന്ധിച്ച് വിവിധ നഗരങ്ങളിൽ നടത്തിയ ടേബിൾ ടോക്കുകളിൽ UAPA കരിനിയമത്തെ ഏകകണ്ഠമായി എതിർക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം മുൻനിർത്തി ഒത്തുചേരുന്നതിന് വിവിധ മേഖലകളിലെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക നേതാക്കൾ തത്വാധിഷ്ഠിത നിലപാടെടുക്കുകയും അഡ്ഹോക്ക് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ജാഥാനന്തരം സംസ്ഥാന തലത്തിൽ വിപുലമായ കൺവെൻഷൻ ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകാനും ധാരണയായി. UAPA എന്ന കരിനിയമം നവസാമൂഹിക പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ദുരുപയോഗിക്കുന്നതിനെതിരെയുള്ള താക്കീതായി മാറിയ ജനവിചാരണ യാത്ര കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സാദത്ത് സ്വാഗതം പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് കരമന അഷ്റഫ് മൗലവി അധ്യക്ഷത വഹിച്ചു. കൊണ്ടുവന്ന് അവർ ചെയ്ത കുറ്റം വിചാരണയിലൂടെ കണ്ടെത്തി ആവശ്യമെങ്കിൽ ശിക്ഷ നടപ്പാക്കട്ടെ. പോലീസ് ഉണ്ടാക്കുന്ന കഥകളിൽ ജയിലിൽ അവരുടെ ജീവിതം ഹോമിക്കരുത് എന്നാണ് നാം ആവശ്യപ്പെടുന്നത്. നാം ഈ യാത്രാവേളയിൽ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെ പോലീസുകാർ രാത്രിയും അസമയങ്ങളിലും പിടിച്ചുകൊണ്ടുപോയ അനേകം ആളുകളുടെ കുടുംബങ്ങളെ നാം കാണാനിടയായി. ആ കുടുംബങ്ങളുടെ കണ്ണുനീർ നാം കാണാനിടയായി. ആ ജയിലിൽ കിടക്കുന്ന നമ്മുടെ ആ സഹോദരങ്ങളുടെ കുടുംബത്തിലെ പിഞ്ചോമന മക്കളുടെ കരച്ചിൽ നമുക്ക് കേൾക്കാനിടയായി. എന്നാണ് എന്റെ വാപ്പയ്ക്ക് മോചനമുണ്ടാകുന്നത്? എന്നാണ് എന്റെ ഭർത്താവ് മടങ്ങി വരുന്നത്? ആരാണ് എന്റെ മക്കളെ സഹായിക്കുന്നത്? എന്റെ വാപ്പയെ സഹായിക്കുന്നത് ആരാണ് എന്ന് കരഞ്ഞുകൊണ്ട് പല ആളുകളും ഈ ജാഥയിൽ
നമ്മുടെ ജാഥയിൽ വന്ന് അവരുടെ പ്രയാസങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ മർദ്ദിതരായ, ഈ വിവേചനത്തിനായിക്കൊണ്ടിരിക്കുന്നവരുടെ ഈ കരച്ചിൽ കേൾക്കാതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഈ മർദ്ദിത ജനവിഭാഗങ്ങളുടെ കരച്ചിലടക്കാൻ, അവരുടെ പ്രയാസങ്ങൾ ഒരു കൈ സഹായിക്കാൻ, അവരുടെ കണ്ണീരൊപ്പാനാണ് നാം ഈ യാത്ര തുടങ്ങിയത്. യാത്ര ഇന്നിവിടെ അവസാനിക്കുകയല്ല. നമ്മുടെ ഈ യാത്രയുടെ, ഈ സമരത്തിന്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ നാം നടത്തിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ മുൻ ദേശീയ സെക്രട്ടറി ഇ അബൂബക്കർ UAPA വിരുദ്ധ ജനവിചാരണ യാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എന്ന് പോലീസ് പറയുന്നത്, പോലീസ് അവിടെ കൊണ്ടുപോയി വെച്ച് നാടകം കളിക്കുകയായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു വാള് 2 ബോംബ് എന്നൊക്കെ പറഞ്ഞ കണ്ണൂർ ജില്ലക്കാർക്ക് എന്താ? പീനട്സ്, കടലമണി എന്നല്ലാതെ വേറെ എന്താ പറയാ? ഇത് വെച്ചിട്ടാണ് പോലീസ് ഇവരുടെ പേര് നേരെ UAPA ചാർത്തിയത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് CPM-ന്റെ ആസ്ഥാനത്തിൽ നിന്നുമല്ലാതെയും നിരവധി ബോംബുകളും വാളുകളും തോക്കുകളും പോലീസ് കസ്റ്റഡിയിലുണ്ട്, എടുത്തിട്ടുണ്ട്. അവിടെ UAPA ചാർത്തിയിട്ടില്ല. RSS-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പോലീസ് തോക്കും വാളും അതുപോലെ പല ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. അവിടെയും UAPA ചാർത്തിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് അവിടെ 21 മുസ്ലിം ചെറുപ്പക്കാർ അവിടെ അവരുടെ പേര് UAPA ചാർത്തി അവരെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചെറുപ്പക്കാർ ഇവർ മാത്രമല്ല, ഇത്തരം ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വന്തം സ്വപ്നത്തിന്റെ മേഖലകൾ തകർത്തെറിയപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുമായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ. ഈ ചെറുപ്പക്കാർ വിപ്ലവത്തിന്റെ വാചാടോപത്തിൽ സ്വയം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ്. ഈ ചെറുപ്പക്കാർ സമുദായത്തിന്റെ ഗരിമയിൽ, ഗർവിൽ സ്വന്തം നട്ടല് കാണാതായി പോയിട്ടുള്ള ആളുകളാണ്. ആ ചെറുപ്പക്കാർ പോപ്പുലർ ഫ്രണ്ടിൽ അവരുടെ ജീവിതം വീണ്ടെടുക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെക്കുന്നത് അവർ കാണുകയാണ്. അവിടെ നട്ടല്ലു നേരെ നിർത്താൻ അവർ പരിശീലനം നേടുകയാണ്. അവിടെ അവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ മിഴിക്കോണുകളിലുള്ള കണ്ണുനീരിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വന്നു പതിക്കുന്നതാണ് അവർ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ സംഘടനയെയാണ്, ആ വിഭാഗത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ആ പോപ്പുലർ ഫ്രണ്ടിനെയാണ് നിങ്ങൾ ഊതിക്കെടുക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊരു കാര്യം ആണയിട്ട് പറയുന്നു, ദൈവം സാക്ഷി, നിങ്ങൾക്കത് സാധ്യമല്ല. ദൈവം സാക്ഷി, നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായും സാധ്യമല്ല. ആ ജനുസിൽപ്പെട്ടവരല്ല ഈ ഇരിക്കുന്ന ആളുകളും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. UAPA വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ജനസഹസ്രങ്ങൾ ഏറ്റുപറഞ്ഞു. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മഹത്തായ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളായ നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്നതിന് പൗരന്മാർക്കിടയിൽ വിവേചനമില്ലാതെ തുല്യനീതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദിവാസികൾക്കും ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും ദരിദ്ര ജനകോടികൾക്കുമെതിരായ UAPA മുതലായ കരിനിയമങ്ങൾക്കും ഭരണകൂട അതിക്രമങ്ങൾക്കും പോലീസ് വേട്ടകൾക്കും ജനവിരുദ്ധമായ സർക്കാർ നീക്കങ്ങൾക്കുമെതിരായി
ജനപക്ഷ പോരാട്ടം തുടരുമെന്നും UAPA പോലുള്ള കരിനിയമങ്ങൾ എടുത്തു കളയുന്നതുവരെ പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും ഭീഷണികളെയും മർദ്ദനങ്ങളെയും ജനാധിപത്യപരമായ രീതിയിൽ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റി പ്രൊഫസർ SAR ഗിലാനി ആശംസ അർപ്പിച്ചു. When the national song of Iqbal was played, Sare Jahan Se Acha Hindustan Hamara, I was just thinking that if Iqbal comes back today, would he still write Sare Jahan Se Acha Hindustan Hamara, Hum bulbule hain iski ye gulstan hamara? I doubt it. Because this Gulstan, this paradise, this garden has become a hell. And those nightingales about whom Iqbal is saying that we are singing in our garden, in our paradise, those nightingales are oppressed. Their voice is stifled. They are silenced. And if Bhagat Singh comes back, would he be happy to see the kind of independence, the kind of independent India today is? തുടർന്ന് ഒട്ടേറെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒരു സമ്പൂർണ്ണ മാറ്റമാണ് ആവശ്യമായിട്ടുള്ളത്. അതിന് രംഗത്ത് വരേണ്ടത് ഈ രാജ്യത്തെ ജനത തന്നെയാണ്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗം തങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചറിയുകയും അവർ സമ്പൂർണമായ ഒരു മാറ്റത്തിനു വേണ്ടി തെരുവിലിറങ്ങുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ രാജ്യം ഈ ശക്തികളുടെ കൈകളിൽ നിന്ന് ഒരിക്കലും തന്നെ വചനപക്ഷപാതവും മൂലം നമ്മളുടെ ഭരണകൂടം രാജ്യത്തെ ജനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. അത് കാരണം അവർക്ക് ഭീകര നിയമങ്ങൾ എന്നും ആവശ്യമുണ്ട്. അവരുടെ കയ്യിൽ അവരതിൽ കയ്യിൽ വെക്കുക തന്നെ ചെയ്യും, ജനം ജാഗ്രത പൂണ്ടിട്ടില്ലെങ്കിൽ. And some of the experiences which will make our future